സംസ്ഥാനത്തെ ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും അധ്യാപകരും നാളെ പണിമുടക്കുകയാണ്. ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക, ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പണിമുടക്ക് നേരിടാൻ സർക്കാർ ഡാഷ് നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. റോഷിപാൽ വീണ്ടും ഒരു പണിമുടക്ക് വരികയാണ്. എങ്ങനെയാണ് പ്രതിപക്ഷം ഒരുങ്ങുന്നത്? നികേഷ്, ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് നേരത്തെ തന്നെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും സർക്കാരിന് പണിമുടക്ക് നോട്ടീസ് ചീഫ് സെക്രട്ടറിക്ക് നൽകിയിരുന്നു. ഏതായാലും വളരെ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രചാരണ പരിപാടികൾ, സമരപ്രഖ്യാപന കൺവെൻഷനുകൾ അടക്കം നടത്തിയാണ് പ്രതിപക്ഷ സർക്കാർ ജീവനക്കാരുടെ സംഘടനകളും അധ്യാപക സംഘടനകളും പണിമുടക്കിലേക്ക് പോകുന്നത്. DA കുടിശ്ശിക മുടങ്ങിക്കിടക്കുന്നത് നേരത്തെ തന്നെ ഇത് ഉയർത്തിക്കൊണ്ട് പലവട്ടം സെക്രട്ടേറിയറ്റിന് മുന്നിലടക്കം പ്രതിഷേധ മാർച്ചുകളും ധർണകളും ഈ അധ്യാപക സംഘടനകളും സർക്കാർ ജീവനക്കാരുമൊക്കെ സംഘടിപ്പിച്ചതാണ്. ഏതായാലും ഈ പണിമുടക്കിൻ്റെ പശ്ചാത്തലത്തിൽ പണിമുടക്കിനെ നേരിടുന്നതിൻ്റെ ഭാഗമായി ഇന്നലെ ചീഫ് സെക്രട്ടറി ഡയസ് നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും പണിമുടക്കിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രചാരണങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞതാണ്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട പ്രകടനങ്ങളടക്കം ഇന്ന് സർക്കാർ ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാകും. സെക്രട്ടേറിയറ്റിലെ പ്രതിപക്ഷ അനുകൂല സംഘടനകളും പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പണിമുടക്കിനൊപ്പം ചേരുന്നു. ഏതായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഓഫീസുകളുടെ പ്രവർത്തനം നിശ്ചലമാകാതിരിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ ഉണ്ടാകും. സർക്കാർ അനുകൂല സംഘടനകൾ സ്വാഭാവികമായും ആ തരത്തിൽ അവർ പ്രതിരോധം തീർക്കുകയും ചെയ്യും. നേരത്തെ ഈ ആവശ്യങ്ങളൊക്കെ നേരത്തെ ഉന്നയിക്കുന്ന ആവശ്യങ്ങളൊക്കെ എല്ലാ ജീവനക്കാരും അതിന് ഐക്യദാർഢ്യമുണ്ട് മാനസികമായെങ്കിലും. അതാണ് ഈ പ്രതിപക്ഷ സംഘടനകളുടെ ഈ പണിമുടക്കിൻ്റെ വിജയപ്രതീക്ഷയും. റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്. നാളെ പണിമുടക്ക്.